ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോളപ്പുട്ടും വറുത്തരച്ച ഒരു ചെറുപയർ കറിയും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് ചെറുപയർ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതൊരു 2 തവണ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെ വന്നോട്ടെ കേട്ടോ. ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് വറുത്തരയ്ക്കാനുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊത്തമല്ലി, 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 3 വറ്റൽ മുളക്, പിന്നെ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 സ്പൂണ് കുരുമുളക്. ഇത് നമുക്ക് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയല്ല, നന്നായി വറുത്തെടുക്കണം. നിങ്ങൾ ചെറുപയർ കറിക്ക് ഇതുപോലെ വറുത്തുണ്ടാക്കാറുണ്ടോ? ഈ രീതിയിൽ ഞാൻ ഇട്ട പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ കമൻറ്റ് പറയാം കേട്ടോ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഈ വറുത്തതുണ്ടല്ലോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതൊന്ന് ആറട്ടെ കേട്ടോ. എന്നിട്ട് വേണ്ടേ നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോഴേക്കും പുട്ടിനുള്ളത് റെഡിയാക്കാം. ഇതിൻ്റെ പുട്ടുപൊടി ഇത് 1 കപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ 1 കപ്പ് അളവിന് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ചായിട്ട് തളിച്ച് നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറി ശരിയാക്കാം. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച മസാലയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്കും കുക്കറൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തത്. നേരത്തെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് വേവിക്കാനിട്ടപ്പോൾ. അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി, പെട്ടെന്ന് വെന്ത് കിട്ടി. ഉപ്പിട്ടാൽ പതുക്കെ വേവുള്ളൂല്ലോ. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചോളപ്പൊടി കൊണ്ടുള്ള പുട്ട് കഴിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ നാട്ടിൽ നിന്നിപ്പോൾ എൻ്റെ ബ്രദർ കൊടുത്തു വിട്ടതാണ് ഈ പുട്ടുപൊടി. അങ്ങനെ ഈ അരച്ച് വെച്ച മസാല അതിലൊഴിച്ചു. പിന്നെ കുറച്ചുകൂടി അതിൽ വെള്ളം ഒഴിച്ച് മിക്സിയൊക്കെ ഒന്ന് നന്നായിട്ട് അലമ്പിയിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് കൺസിസ്റ്റൻസി കറക്റ്റാക്കി കേട്ടോ. 5 മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. അത് താളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 8 ചെറിയ ഉള്ളി, വളരെ ചെറുതാണ് കേട്ടോ, അത് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ കടുകും പൊട്ടിച്ച് ഈ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവണ വരെ മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ ആ കൂട്ടാനിലേക്ക് അങ്ങോട്ട് കൊട്ടുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പണി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണ്ടേ. അതിന് വേണ്ടി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേറെ പുട്ട് പാത്രമില്ല. കുക്കറിൻ്റെ മേലെ വെക്കാനുള്ള കുറ്റികളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. കുറ്റിപ്പുട്ടിൻ്റെയും ഉണ്ട്, ചിരട്ടപ്പുട്ടിൻ്റെയും ഉണ്ട്. ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. മാവ് കണ്ടോ, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് എടുത്തപ്പോൾ വളരെ സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഒരു പിടി നാളികേരം ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ കുറ്റിയിലിട്ട് കുക്കറിൻ്റെ അടുപ്പിൻ്റെ മേലേക്ക് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവി വന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് പുട്ട് വെന്ത് കിട്ടും. നോക്കി എന്തോ ഒരു ഭംഗിയാണ് കാണാനല്ലേ, എന്തോ ഒരു നല്ല കളർ കോമ്പിനേഷൻ.
കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഒരു കപ്പ് ചോളപ്പൊടി കൊണ്ട് എനിക്ക് 3 ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ കിട്ടി കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ 2 എണ്ണം കുട്ടികൾക്ക് ഉള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ പാർട്ട് എടുത്ത് കഴിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ബൈ.